ഡൊമസ്റ്റിക് പോളിസി പിന്തുണയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. FY27 സമീപകാല കേന്ദ്ര ബജറ്റ് ധനക്കമ്മി കാലക്രമത്തിൽ കുറച്ചുകൊണ്ടുവന്ന് ക്യാപെക്സ് നിലനിർത്തി. സാമ്പത്തിക നിയന്ത്രണങ്ങളുടെ കാഠിന്യം നമ്മൾ പിന്നിട്ടോ? നിലവിലെ സാഹചര്യം വളർച്ചയെ എത്രത്തോളം സഹായിക്കുന്നു? അവസാനം പറഞ്ഞത് തീർച്ചയായും ശരിയാണ്. സോണാൽ, ഈ ചാർട്ട് നോക്കിയാൽ അത് വളരെ വ്യക്തമാണെന്ന് ഞാൻ കരുതുന്നു. ഇടതുവശത്ത് ധനക്കമ്മി കാലക്രമേണ കുറയ്ക്കുന്നതിനായി സർക്കാർ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. സാമ്പത്തിക വളർച്ച നാമമാത്രമായ 10% അല്ലെങ്കിൽ 11% ആയി വർദ്ധിക്കുമോ എന്നതിനെ അടിസ്ഥാനമാക്കി സാമ്പത്തിക വളർച്ചയുടെ 2 സാധ്യമായ പാതകൾ ഇടതുവശത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാമ്പത്തിക വളർച്ച നോമിനൽ GDPയിൽ 11% ആണെങ്കിൽ 5 വർഷത്തെ കാലയളവിൽ സമ്പദ്വ്യവസ്ഥയ്ക്ക് സാമ്പത്തികമായി ഉണ്ടാകുന്ന കുറവ് 0.5% മാത്രമാണ് എന്നതാണ്. മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട 2021 മുൻ 5 വർഷത്തെ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ധനക്കമ്മി 9.5% തുടർന്ന് ഈ വർഷം ഞങ്ങൾ അത് 4.4% ആയി കുറച്ചു. അങ്ങനെ ധനക്കമ്മി 5% കുറച്ചു. ഇപ്പോൾ തീർച്ചയായും അടുത്ത 5 വർഷത്തേക്ക് ധനക്കമ്മി 0.5%-ൽ നിന്ന് പരമാവധി 1%-ലേക്ക് കുറയ്ക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ബ്രേക്ക് താഴേക്ക് അമർത്തിക്കൊണ്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുന്നത് പോലെയായിരുന്നു മുമ്പത്തെ അവസ്ഥ. ഇപ്പോൾ ബ്രേക്കിന് അത്രയ്ക്കും സമ്മർദ്ദമില്ല. ധനക്കമ്മി കുറയ്ക്കുകയെന്നാൽ അത് ബ്രേക്കിൽ കാൽ അമർത്തിക്കൊണ്ട് വാഹനമോടിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. പക്ഷേ ഇപ്പോൾ മുമ്പത്തെ പോലെ അത്ര ശക്തമായി സമ്മർദ്ദം ചെലുത്തുന്നില്ല. അതിനാൽ ആ തടസ്സം കുറയുന്നു. വളർച്ചയുടെ ദൃഷ്ടികോണിൽ ഇത് നല്ലതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ ഇന്ത്യ വീണ്ടും സാമ്പത്തിക അച്ചടക്കത്തിന്റെ പാതയിലേക്ക് തിരിച്ചുവരുന്നതിൽ അതുല്യമായ നേട്ടം കൈവരിച്ചിട്ടുണ്ടെന്നതും ഇതിലൂടെ വ്യക്തമാകുന്നു. അടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോൾ ബജറ്റിൽ നിന്ന് മറ്റൊരു കാര്യവും കാണാൻ കഴിയും. സോനാലി, അതായത് ഇന്ത്യ സർക്കാരിന്റെ മൊത്തം ചെലവിന്റെ ശതമാനമായി മൂലധന ചെലവിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇടതുവശത്തുള്ള ചാർട്ടിലെ അവസാന 2 മഞ്ഞ ബാറുകൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. മധ്യഭാഗം നോക്കൂ, മഞ്ഞ നിറത്തിലുള്ള ബാറുകൾ. അവസാന 2 ബാറുകൾ നോക്കൂ, പിന്നെ FY21 മുതൽ നോക്കൂ, ആ ബാർ എങ്ങനെ FY25-ലേക്ക് വേഗത്തിൽ ഉയരുന്നു എന്ന്. മൊത്തം ചെലവിന്റെ അനുപാതമായി ഇന്ത്യ ഗവൺമെന്റ് അതിന്റെ മൂലധന ചെലവ് ഗണ്യമായി വർദ്ധിപ്പിച്ച 4 വർഷത്തെ കാലഘട്ടമായിരുന്നു അത്. എന്നാൽ ആ ഘട്ടം ഇപ്പോൾ നമ്മുടെ പിന്നിലാണ്. എന്നാൽ സന്തോഷ വാർത്ത എന്തെന്നാൽ എല്ലാ ചർച്ചകൾക്കിടയിലും ഇന്ത്യ ഗവൺമെന്റ് ചെലവിന്റെ ഗുണനിലവാരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് തുടരുന്നു എന്നതാണ്. കാരണം മൊത്തം മൂലധന ചെലവിന്റെ ഘടനയിൽ ക്യാപെക്സ് നിലവാരം സ്ഥിരതയോടെ നിലനിർത്തുന്നു. വലതുവശത്ത് 2020-ലെ പാൻഡമിക് വർഷത്തിലെ കുത്തനെയുള്ള ഇടിവിനെ തുടർന്ന് ജിഡിയുടെ ശതമാനമെന്ന നിലയിൽ സ്റ്റേറ്റ് ക്യാപെക്സിൽ നിന്നുള്ള പ്രാരംഭ വീണ്ടെടുക്കലും നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയും. അതിനാൽ ക്യാപെക്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഗവൺമെന്റിന്റെ ചെലവുകളുടെ ഗുണനിലവാരം 5 വർഷത്തിനിടെ ഗണ്യമായ വർധനവ് കാണിച്ചു. ഇപ്പോൾ സ്ഥിരതയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഇത് ഒരു നല്ല കാര്യമാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക.